ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ കുറെ മാസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അധികം ചിന്തിക്കാതെ തന്നെ അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന്? അപ്പോൾ അതിന് പിന്നിലെ ബിഗ്ഗസ്റ്റ് റീസൺ ആണ് മസിൽ മെമ്മറി. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, മസിൽ മെമ്മറി ഉള്ളത് നമ്മുടെ മസിലിൽ അല്ല, അത് നമ്മുടെ ബ്രെയിനിലാണുള്ളത്. മസിൽ മെമ്മറി ഒരു പ്രൊസീജിയറൽ മെമ്മറിയാണ്. ഇതുവഴിയാണ് നമ്മുടെ സ്കിൽസ് ലോക്ക് ചെയ്യാനും ഓട്ടോമാറ്റിക് ചലനങ്ങൾ നടത്താനും സഹായകമാകുന്നത്. ഇത് നമ്മളെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇതുവരെ അറിയാത്ത എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതോടൊപ്പം വളരെ വെറുപ്പിക്കലുമാണ്. നിങ്ങൾ ടൈപ്പിങ്ങിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഓരോ കീയും എവിടെയാണെന്നും എവിടെ വിരലുകൊണ്ട് അമർത്തണമെന്നും നമ്മുടെ ബ്രെയിനിന് കോൺഷ്യസ് ആയി തീരുമാനമെടുക്കണം. പക്ഷെ നിങ്ങൾ പയ്യെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പുതിയ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങും. ഇത്തരം പാത്വേസ് നിങ്ങളുടെ ബ്രെയിനിന്റെയും മസിൽസിന്റെയും ഇടയിലുള്ള ഒരു ഹൈവേ പോലെ ആക്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾ അത് സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങളൊരു ടൈപ്പിംഗ് എക്സ്പെർട്ട് ആകുന്നു. അപ്പോൾ എന്താണ് ഈ പാത്വേസിനെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നത്? മൈലിൻ. പേടിക്കണ്ട, അത് നിങ്ങളുടെ ന്യൂറൽ സർക്യൂട്ട്സിനെ കവർ ചെയ്യുന്ന ഒരു ഫാറ്റി ലെയർ ആണ്. ഇലക്ട്രിക് വയർസിലെ ഇൻസുലേഷൻ പോലെ. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം മൈലിൻ കോട്ടിംഗ് തിക്കർ ആവും. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് ചലനങ്ങൾ നടത്താനാകും. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്തെന്നാൽ, മസിൽ മെമ്മറി ഫിസിക്കൽ സ്കിൽസിന് വേണ്ടി മാത്രമല്ല ഉപകാരപ്പെടുക. ഇത് നമ്മളെ പസിൽസ് സോൾവ് ചെയ്യുന്നതിനും ലോങ് സ്പീച്ചസ് ഓർത്തിരിക്കുന്നതിനും സഹായിക്കും. ഇത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രം മതി. വേറൊരു കൂൾ ഫാക്ട് ഇതാ, നിങ്ങൾ ഒരു തവണ ഏതെങ്കിലും ഒരു സ്കിൽ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫോർഗെറ്റ് ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല. നിങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു ബൈക്ക് ഓടിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ബ്രെയിനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പാത്വേസ് എപ്പോഴും ഉണ്ടാകും. ആദ്യം ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ കാണും, പക്ഷെ പിന്നെ നിങ്ങളത് പെട്ടെന്ന് പിക്കപ്പ് ചെയ്തോളൂ. തുടക്കം മുതൽ പഠിക്കുന്നതിലും എളുപ്പമാണത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ കാര്യം മാസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഇതോർക്കുക, നിങ്ങൾ എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നുവോ അത്രത്തോളം ബ്രെയിനിലെ ന്യൂറൽ പാത്വേ സ്ട്രെങ്തൻ ആവും. ക്ഷമയും പരിശ്രമവും നിങ്ങളെ പെർഫെക്റ്റ് ആക്കും. സോ എല്ലാവരും പറയാറുള്ളത് പോലെ പ്രാക്ടീസ് ഇസ് ദ കീ.